ഡയറക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് SCERT 10ാം ക്ലാസ്സിലെ ബയോളജി പാഠഭാഗമായ പ്രതിരോധത്തിൻ്റെ കാവലാളുകളാണ്. അതിൻ്റെ ഭാഗം 1. രോഗാണുപ്രവേശനം തടയാനും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ പ്രതിരോധശേഷി അഥവാ ബോഡി ഡിഫൻസ് എന്ന് പറയുന്നത്. പ്രതിരോധശേഷി അഥവാ ബോഡി ഡിഫൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഈ രോഗാണുക്കളെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണുള്ളത്. അതിൽ ഈ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തതാണ് ശരീര ആവരണങ്ങൾ അഥവാ ബോഡി കവറിങ്സ്. രണ്ടാമത്തതാണ് ശരീര സ്രവങ്ങൾ അഥവാ ബോഡി സെക്രീഷൻസ്. മൂന്നാമത്തതാണ് ശരീരദ്രവങ്ങൾ അഥവാ ബോഡി ഫ്ലൂയിഡ്സ്. അതിൽ വരുന്ന ആദ്യത്തേതാണ് ഏത്? ശരീര ആവരണങ്ങൾ. ശരീര ആവരണങ്ങളിൽ വരുന്നതാണ് ത്വക്ക്, ശ്ലേഷ്മസ്തരം. ഇവ രണ്ടും ത്വക്കും ശ്ലേഷ്മസ്തരവുമാണ് എന്തിൽ വരുന്നത്? ശരീര ആവരണങ്ങളിൽ വരുന്നത്. ശരീരസ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി സെക്രീഷൻസ് ആണ്. അതിൽ വരുന്നതാണ് ഉമിനീര്, കണ്ണുനീര്, ശ്ലേഷ്മം അഥവാ മ്യൂക്കസ്, അതുപോലെ ഇയർ വാക്സ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ലൈസോസൈം എന്ന് പറഞ്ഞ എൻസൈം. അതൊക്കെ എന്തിൽ വരുന്നതാണ്? ബോഡി സെക്രീഷൻസ് ആണ്. മൂന്നാമത്തതാണ് ഏത്? ശരീരദ്രവങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് രക്തം, ലിംഫ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അതായത് ശരീര ആവരണങ്ങള്, ബോഡി കവറിങ്സ്, അതില് ത്വക്ക്, ശ്ലേഷ്മസ്തരം, ദെൻ ശരീരസ്രവങ്ങൾ, അതിൽ വരുന്നതാണ് ടിയർ, സലൈവ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ലൈസോസൈം, ഇയർ വാക്സ്, മ്യൂക്കസ്. ദെൻ പിന്നെ വരുന്നതാണ് ശരീരദ്രവങ്ങൾ. അതിൽ വരുന്നതാണ് രക്തം, അതുപോലെ ലിംഫ്. ഇനി അതിൽ നമുക്ക് ആദ്യത്തേത് നോക്കാം. ശരീര ആവരണങ്ങളും സ്രവങ്ങളും. നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ത്വക്ക്. രോഗാണു പ്രവേശനം തടയുന്ന ഒരു സുരക്ഷാ കവചം കൂടിയാണ് ഏത്? ത്വക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ത്വക്കിന്റെ ഭാഗങ്ങളാണ്, ത്വക്കിൽ വരുന്നതാണ് ഇതൊക്കെ: എപ്പിഡർമിസ്, സെബേഷ്യസ് ഗ്രന്ഥി, സ്വേദഗ്രന്ഥി. എപ്പിഡർമിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും പുറമേയുള്ള ഭാഗമാണ്. ത്വക്കിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് എന്ത്? എപ്പിഡർമിസ്. ഓക്കെ, അപ്പൊ അതിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആണ് ഇത്? കെരാറ്റിൻ. എപ്പിഡർമിസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആണ് ഇത്? കെരാറ്റിൻ. ഈ പ്രോട്ടീൻ രോഗാണുക്കളെ തടയുന്നു. പിന്നെ വരുന്ന 2 ഗ്ലാൻഡ്സ് ആണ് സെബേഷ്യസ് ഗ്ലാൻഡും സ്വെറ്റ് ഗ്ലാൻഡും. സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? സെബം. ഓക്കെ, അതെന്ന് പറയുന്നത് ത്വക്കിനെ ഒരു എണ്ണമയം ഉള്ളതാക്കി തീർക്കുന്നു. അതുപോലെ വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കുന്നു. വാട്ടർ പ്രൂഫ് ആണത്. അപ്പൊ ഇങ്ങനെ എണ്ണമയമുള്ളതും അതുപോലെ വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാകുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? രോഗാണുക്കൾക്ക് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇത്? സ്വേദഗ്രന്ഥി. സ്വേദഗ്രന്ഥി അഥവാ സ്വെറ്റ് ഗ്ലാൻഡ്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് വിയർപ്പാണ്. അപ്പൊ അതിൽ എന്ത് അടങ്ങിയിരിക്കുന്നുണ്ട്? അണുനാശിനികൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അത് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഓക്കെ, അപ്പം ശരീര ആവരണങ്ങളിൽ എന്താണ് വരുന്നത്? ത്വക്കും ശ്ലേഷ്മസ്തരവും. അതിൽ ത്വക്കിന്റെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതിൽ വരുന്നത് ഏതൊക്കെയാണ്? അതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? എപ്പിഡർമിസ്, പിന്നെ 2 ഗ്ലാൻഡ്സ്, സെബേഷ്യസ് ഗ്രന്ഥിയും അതുപോലെ സ്വേദഗ്രന്ഥിയും. പിന്നെ വരുന്നതാണ് ശ്ലേഷ്മസ്തരം. ശ്ലേഷ്മസ്തരം അഥവാ ശ്ലേഷ്മസ്തരം. ഓക്കെ, ഇതെന്ന് പറയുന്നത് രോഗാണുക്കൾ. ഇവിടെ എന്താ? ഇതാണ് ശ്ലേഷ്മസ്തരം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? രോഗാണുക്കള് ഈ ശ്ലേഷ്മത്തിൽപ്പെട്ട് നശിക്കുകയാണ് ചെയ്യുന്നത്. നശിപ്പിക്കപ്പെട്ടവയെ ശ്ലേഷ്മസ്തരത്തില് ഇതാണ് എന്ത്? സീലിയ കോശങ്ങൾ. ഓക്കെ, ഈ സീലിയ കോശങ്ങള് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പം രോഗാണുക്കൾ ഈ ശ്ലേഷ്മത്തിൽപ്പെട്ട് നശിക്കുന്നു. നശിപ്പിക്കപ്പെട്ട ഈ രോഗാണുക്കളെ ശ്ലേഷ്മസ്തരത്തിലുള്ള സീലിയ കോശങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പുറന്തള്ളുന്നത്. ഓക്കെ, ഇതാണ് ഈ സെക്കൻഡ് പിക്ചർ ആണ് കാണിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട ബാരിയേഴ്സ്. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ബാരിയേഴ്സ് ആണത്. ഫിസിക്കൽ ബാരിയേഴ്സ് ആണത്. ഓക്കെ, ഇത് കർണമെഴുക്, ചെവിയിലെ കർണമെഴുക്, അതുപോലെ കണ്ണുനീരിലെ ലൈസോസൈം, ഉമിനീരിലെ ലൈസോസൈം, അതുപോലെ യൂറിനിലെ ലൈസോസൈം എൻസൈമുകള്, പിന്നെ മൂക്കിലുള്ള ശ്ലേഷ്മം, അതുപോലെ ശ്വാസനാളിയിലെ ശ്ലേഷ്മം, കുടലിലെ ശ്ലേഷ്മം. പിന്നെ വരുന്നത് ആമാശയത്തിൽ കാണപ്പെടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്.
അടുത്തതാണ് ശരീരദ്രവം. ശരീരദ്രവം എന്ന് പറയുമ്പോൾ അതിലേതാണ് വരുന്നത്? രക്തവും അതുപോലെ ലിംഫും. ഇതാ ശരീരദ്രവങ്ങളായ രക്തവും ലിംഫും രോഗപ്രതിരോധത്തില് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. രോഗാണുക്കളുടെ ശരീരത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുക, അവയെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളെയും നിർവീര്യമാക്കുക, അതുപോലെ രോഗാണുക്കളുടെ പെരുകൽ, മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ റീപ്രൊഡക്ഷൻ അത് തടയുക തുടങ്ങിയൊക്കെ പ്രതിരോധ തന്ത്രങ്ങളാണ് ആര് ചെയ്യുന്നത്? ശരീരദ്രവങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ചെയ്യുന്നത്? ശരീരദ്രവങ്ങള് രോഗാണുക്കളെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് നിയന്ത്രിക്കുക. അതുപോലെ അവ ഇപ്പൊ ബാക്ടീരിയ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവ ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള ടോക്സിക് സബ്സ്റ്റൻസിനെ നിർവീര്യമാക്കുക. പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യും. വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും, അവർ റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അത് തടയുക. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിരോധ തന്ത്രങ്ങളാണ് ഈ രക്തവും ലിംഫും സ്വീകരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഈ രക്തം എങ്ങനെയാണ് ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. അതില് പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. നമുക്കറിയാം രക്തത്തില് പ്രധാനപ്പെട്ടതാണ് അരുണ രക്താണുക്കള്, ശ്വേത രക്താണുക്കള്, അതുപോലെ പ്ലേറ്റ്ലെറ്റ്സ്. ഇവിടെ രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ശ്വേത രക്താണുക്കൾ അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയാൻ കാരണം അതിന് വൈറ്റ് അല്ലെങ്കിൽ അതിന് ആ ഒരു ശ്വേത രക്താണുക്കൾ എന്ന് പറയാൻ കാരണം അതിൽ എന്തില്ല? ഹീമോഗ്ലോബിൻ ഇല്ല. അതുകൊണ്ടാണ് ശ്വേതരക്താണുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാണ്? ശ്വേതരക്താണുക്കളാണ്. അതില് പ്രധാനമായും 5 തരത്തിലുള്ള ശ്വേതരക്താണുക്കളാണ് വരുന്നത്. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഓക്കെ, 2 സൈറ്റുകളും അതുപോലെ 3 ഫില്ലുകളും. ഓക്കെ, ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? മോണോസൈറ്റ് ആണ്. ഓക്കെ, ഏറ്റവും വലിയ ശ്വേതരക്തമാണ് മോണോസൈറ്റും, ഏറ്റവും ചെറുത് ഏതാണ്? ലിംഫോസൈറ്റും ആണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ലാബിലൊക്കെ നമ്മൾ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കൂളിൽ ഒക്കെ നമ്മൾ കുട്ടികളെ ടെസ്റ്റ് ചെയ്യില്ലേ? അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഏതാണ്? ന്യൂട്രോഫിലാണ്. ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ന്യൂട്രോഫിലായിരിക്കും. എന്നാൽ ഏറ്റവും കുറവ് കാണപ്പെടുന്നത് ഏതായിരിക്കും? ബേസോഫിലായിരിക്കും. ഓക്കെ, ന്യൂട്രോഫിലാണ് ചെക്ക് ചെയ്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും ത്രൂ മൈക്രോസ്കോപ്പ്. ഓക്കെ, ബേസോഫിലായിരിക്കും അതിന്റെ അളവ് ഏറ്റവും കുറവ് ഏതിലായിരിക്കും? ബേസോഫിലായിരിക്കും. ഇനി ഓരോ ശ്വേതരക്താണുക്കൾക്കും ഓരോ ഫങ്ഷൻസ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ ന്യൂട്രോഫിൽ എന്താ ചെയ്യുന്നത്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ബാക്ടീരിയ നശിപ്പിക്കാൻ സഹായിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. അതാണ് ആര് ചെയ്യുന്നത്? ന്യൂട്രോഫിൽ ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തേതാണ് ബേസോഫിൽ. മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ രക്തക്കുഴലുകള് വികസിപ്പിക്കാനും സഹായിക്കുന്നു. ബേസോഫില് മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ രക്തക്കുഴല് വികസിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ ബേസോഫിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹിസ്റ്റാമിൻ. ഹിസ്റ്റാമിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ബേസോഫിലാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഈസ്നോഫിൽ. ഈസ്നോഫിൽ എന്ന് പറയുന്നത് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. അതിൽ ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നത് ആരാ? ന്യൂട്രോഫില്ല. എന്നാൽ ബാക്ടീരിയ അല്ലാത്ത അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നത് ആരാണ്? ഈസ്നോഫിലാണ്. അതുപോലെ വീങ്ങൽ പ്രതികരണത്തിന്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ നിർമ്മിക്കുന്നത് ആരാണ്? അത് ഈസ്നോഫിലാണ്. ഓക്കെ, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഈസ്നോഫിലാണ്. അടുത്തത് മോണോസൈറ്റ്. മോണോസൈറ്റും എന്താ ചെയ്യുന്നത്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ന്യൂട്രോഫിലിനെ പോലെ തന്നെ മോണോസൈറ്റും എന്താ ചെയ്യുന്നത്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ലിംഫോസൈറ്റ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണ് ലിംഫോസൈറ്റ്. 2 തരത്തിലുള്ള ലിംഫോസൈറ്റ് ഉണ്ട്. ബി ലിംഫോസൈറ്റും അതുപോലെ ടി ലിംഫോസൈറ്റും. ഈ ലിംഫോസൈറ്റ് എന്താ ചെയ്യുന്നത്? രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് സ്പെസിഫിക് ആയിട്ട് അതിനെ തിരിച്ചറിയുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? ലിംഫോസൈറ്റ് ആണ്. ഓക്കെ, ഇത്തരം വീഡിയോസ് കൂടുതലായി ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഡയറക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്